ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ ഇപ്പോൾ 4-5 ആയി. അപ്പോൾ ചെറിയതായിട്ടൊന്ന് പുറത്തൊന്ന് ഇവിടെ വീട്ടിൽ ഇപ്പം ഓഫാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ പുറത്തോട്ട് വെറുതെ നടക്കാനായിട്ട് ഇറങ്ങാം. പോകുന്ന വഴി കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. മേക്കപ്പ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമില്ല, ഒരു സാധാ സിമ്പിൾ എൻ്റെതായ രീതിയിൽ. അതൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. ഇത് ഇവിടുന്ന് ഞാൻ ബിദുരംഗയിൽ നിന്ന് വാങ്ങിയതാണ്. വിറ്റാമിൻ സിയുടെ സെറമാണ്. ഇതാണ് ഞാനപ്പം ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത്. ഉണങ്ങൂ. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഇത് കണ്ട ഈ പാട് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും കടും ചൂടും അതൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഉള്ള സമയത്തൊന്നും എനിക്കിതുപോലെ പാടുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ. ഇവിടെ വന്ന ശേഷം ഇത്രയും പാടുകളും ഇങ്ങനെയുള്ള ബ്ലാക്ക് സ്പോട്ടൊക്കെ ആയി. എന്താവട്ടെ, ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യണില്ല. ചിലപ്പോൾ തന്നെ പോട്ടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ചെയ്തിനി ഇത് കൊളോക്കണില്ല. ഞാനങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യണ ആളല്ല. പിന്നെ എൻ്റെതായ രീതിയിൽ, പിന്നെ അതിനുശേഷം ഈ വലിയ വലിയ മേക്കപ്പ് ഹാർഡ് ചെയ്യുന്ന ആൾക്കാരോടൊന്നും കമ്പയർ ചെയ്തത് എൻ്റെതായ സ്വയമായിട്ടുള്ള രീതിയായതുകൊണ്ടേ. പിന്നെ ഞാൻ ഈ ക്രീമൊന്നും യൂസ് ചെയ്യില്ല. നാട്ടിൽ വെച്ച് പണ്ട് നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ ആകെ ഉപയോഗിച്ചിരുന്നത് ഡാഡി പുറത്തായിരുന്നു. അപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നു. അത് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്നേനും. അതിന് ശേഷമാണ് ഇവിടെ വന്ന ശേഷമാണ് ഈ നിവ്യയുടെ ഈ ക്രീം പോലും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നില്ല കേട്ടോ. എല്ലാവർക്കും സെറ്റാവണമെന്നില്ല. അങ്ങനെ ഉണങ്ങൂ. അങ്ങനെ ഉണങ്ങി വലിയ കുഴപ്പമില്ലാണ്ട് ഉണങ്ങിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇതിനൊക്കെ പോയപ്പോഴല്ലേ ഒരു ചെറിയൊരു ഇത് കാണിച്ചായിരുന്നു. പിന്നെന്താ പറയണത് എന്തോന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരമലിൻ്റെ ടൈപ്പാണ്. ലോങ് ലാസ്റ്റിക് മേക്കപ്പ്, സ്കിൻ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വലിയ വലുതായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇതൊന്നും ഉണങ്ങിയ ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ പാടുകളൊക്കെ ഒന്ന് വായിക്കാൻ എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ. എൻ്റെ സ്കിന്നായിട്ട് ചേരുമെന്ന് നോക്കണമല്ലോ. പ്ലെയിൻ പാടുള്ള സ്ഥലത്ത് ആദ്യം പരീക്ഷിച്ച് നോക്കാം. എങ്ങനെയാണ് എന്താണെന്നൊന്നും വലിയ പിടിയില്ല. കേൾക്കുമ്പോൾ തന്നെ ഈ എഫക്ട്സിൽ ഫിൽറ്റേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ പാടുകൾ മാറാൻ വേണ്ടി വെളുത്തിരിക്കണതാണ് ഞാൻ നോക്കാറ്. അല്ലാണ്ട് വേറെ ഇതൊന്നും ഞാൻ നോക്കാറില്ല. അറിഞ്ഞൂടാ, വീട്ടിൽ പരീക്ഷിച്ച് നോക്കട്ടെ. ഇതെന്തെങ്കിലും സ്കിൻ ടൂണായിട്ട് ചേരുമെന്നൊന്നും അറിഞ്ഞൂടാ. ഇത് വെളുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടൊന്നുമില്ലേ? വെളുത്തിട്ടുണ്ട്, പാട് പോയില്ല. എന്താണ് ഇതിൻ്റെ ഗുഡൻസ് എന്നൊക്കെ ഇതൊക്കെ ചെയ്ത് പരിചയമുള്ളവർ എനിക്ക് അഭിപ്രായം ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ പാട് പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ വളരെ സന്തോഷം പറഞ്ഞു തന്നാൽ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കേളിംഗ് മസ്കാര ലാക്മിയുടെ ഒക്കെ ആണ് കേട്ടോ. ഇത്ര നാളായി, 2 കൊല്ലത്തോളം കയറായി ഇവിടെ. ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് ഡാക്സിലർ അല്ല, ഇതും ഇന്ത്യയിൽ തന്നെ വാങ്ങിയത് തന്നെയാണ്. ഡാക്സിലർ ഉണ്ടായില്ല, വാട്ടർ പ്രൂഫാണ്. ഈ രണ്ടാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ. അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നതിൽ തീരാണ്ടിരിക്കുന്നതും ഈ രണ്ടായിട്ടാണ്. ഇത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഇവിടെ കണ്ണാടിക്കുന്ന സാധനം പുറത്തില്ല, ബാത്റൂമിൻ്റെ ഉള്ളില്ല. അവിടെ പോയി എല്ലാ നേരത്തും ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ, ആണുങ്ങളെല്ലാവരും ഉള്ളതല്ലേ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് പറയാനില്ല, കണ്ണ് എഴുതുക, ലിപ്സ്റ്റിക് ഇടുക, അതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ചുമ്മാ ഇന്ന് ഇതപ്പോൾ ചെയ്യണമെന്ന് ഞങ്ങൾ ചെയ്തു, അല്ലാണ്ട് എപ്പോഴും അങ്ങനെ ഇടുന്ന ആളൊന്നല്ല. ഇത് കണ്ണാടി കാണുന്നുണ്ടല്ലോ അല്ലേ. ടെമൂന്ന് ഓർഡർ ചെയ്തൊരു കണ്ണാടിയാണ്. ഫോട്ടോ ഉണ്ടപ്പോൾ ഭയങ്കര വലുതും കയ്യിലെത്തിച്ച് തന്നപ്പോൾ ഇത്ര ചെറുതും. തൽക്കാലം നമുക്ക് ഉള്ളത് കൊണ്ടുപോകണം പോലെ എന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം കണ്ണെഴുതാം. അങ്ങനെ കണ്ണെഴുതി വാലും തുമ്പൊന്നും ഇടാനും പറഞ്ഞൂടാ. ഉള്ള അറിയാവുന്ന പോലെ അങ്ങനെ തട്ടിക്കൂട്ടി. ഇനി മസ്കാര ഇടാം. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്ക്. ഇത് ബേബിൻ്റെ സാധാരണ ലിപ്പാം തേച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. കഴിഞ്ഞു. ഇനി മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണേ. ഇതാണ് കളറ്. സിമ്പിൾ. അത് കഴിഞ്ഞു. പിന്നെ ചെറുതായിട്ട് ഷോ ഓഫ്. മുകളിൻ്റെ സാധനങ്ങളും അങ്ങനെയുള്ള ഐറ്റം ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ എന്താ കാണിക്കാനായിട്ടുള്ള ഷോ ഓഫ് കിട്ടുന്ന വലിയ രീതിയിൽ മനസ്സിലാവില്ല. എന്നിട്ടും തന്നെ ബ്ലഷിങ് എൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ സമ്മറായി. ഇനിയിപ്പോൾ തണുപ്പുള്ള ഡ്രസ്സ് ഇട്ടുണ്ടല്ലോ. അങ്ങനെ ഇതെൻ്റെ ഡ്രസ്സ് കണ്ടിടാൻ ഇട്ടിട്ടാരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയി. ഇനി ഹെയർ സ്റ്റൈൽ. അങ്ങനെ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽ ഒന്നുമില്ല. ഈ ഹെയർ ബാൻഡ് വെച്ചാൽ സെറ്റ് ചെയ്യും. എൻ്റെ മുടിയുടെ കളർ എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ? ബർഗാണ്ടി എന്നൊരു കളർ ചെയ്യണമെന്ന് ചെന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ 3 ദിവസം അങ്ങനെ കളർ നിന്നു. പിന്നെ കുളിച്ചപ്പോഴേക്കും ഈ കളറായി. പിന്നെ നമ്മുടെ പെർമനൻ്റ്. എങ്ങനെ കൊള്ളാം? എനിക്ക് ചേരുന്നുണ്ടോ? മുടി സെറ്റ്. ഇനി കമ്മൽ. ചുമ്മാ ഇതിൻ്റെ ഔട്ട് സൈഡ് ഇടാൻ പറ്റിയ ടൈപ്പ്. ഈ 2 കമ്മലുകളേ ഉള്ളൂ, വേറെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ? കഴിഞ്ഞ് 2 കമ്മലിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഏതാ സെറ്റാണ്? എനിക്കൊന്നും ഇതാണ് തോന്നുന്നില്ലേ. അപ്പം എനിക്കിത് ചൂസ് ചെയ്യുന്നു. അങ്ങനെ അതും സെറ്റായി. ഇനി നമ്പർ 1 പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാണിച്ചാൽ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് ഇട്ട് പുറത്ത് പോകുമ്പോഴുണ്ടല്ലോ, അതായത് എൻ്റെ പോലെ കണ്ടോ, കാലിൽ രോമുള്ളവർ, അതായത് എനിക്ക് ഇതൊന്നും ക്ലീൻ ചെയ്യാനോ ഷേവ് ചെയ്യാനോ താല്പര്യം കൂട്ടത്തിലുള്ള ആളല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വഴിയുണ്ട്. കിട്ടിപ്പോയി. ഇത് ഞാൻ നമ്മുടെ ബിദ്രംഗിലെ ഷോപ്പിലിരിക്കുന്നുണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. കണ്ടാൽ ഫോട്ടോ മനസ്സിലാവായിരിക്കുമല്ലോ എന്തായിരിക്കും. എല്ലാം തുറന്ന് നോക്കി, ഇട്ട് പരീക്ഷ നോക്കിയിട്ടൊന്നുമില്ല. അതാണ് ഐറ്റം. ഞാനതൊരു പരീക്ഷയിട്ടില്ല. ഏതായാലും എൻ്റെ ഈ വീഡിയോയിൽ ഇട്ട് പരീക്ഷ നോക്കാം. അങ്ങനെ ഇട്ടു ഗൈസ്. റൂമിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, അതിങ്ങനെയൊക്കെ ഉണ്ടാകും.
വേറെ തുണി വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് പുറത്ത് ബാൽക്കണി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ തന്നെ വെക്കണം. അപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കേ ചെയ്യരുത്. ദേ ഇട്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സ്പെഷ്യൽ ഒന്നും തോന്നില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുഴപ്പമില്ലല്ലേ? ഓക്കെ, പുതിയതായിട്ട് വാങ്ങിയിട്ട് ഇതൊരു പരീക്ഷിക്കാത്ത ഷൂ. അപ്പോൾ ബൈ ബൈ. ഞാനൊന്ന് റെഡി ആവും. ഇതും കൂടി ഇട്ടിട്ട് സെറ്റ് ആവട്ടെ. എന്തിനും കൂടി കുറവുണ്ടല്ലോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇപ്പോഴായിട്ട് ഉപയോഗിക്കണ്ടേ? അയ്യോ അമ്മേ, ഇതെവിടെയാ? അത്ര പോരാ. എങ്ങനെയുണ്ട്? എങ്ങനെ കൊള്ളാവോ? അപ്പോൾ ബൈ ബൈ. എന്നെ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം.